പ്രിയരെ, ഇത് പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവമായ കർത്താവ് മോശെ വഴി മനുഷ്യവംശത്തിൻ്റെ പരിപാലനത്തിനായി നൽകിയ പരിശുദ്ധമായ 10 നിയമങ്ങളിൽ 5-ാമത്തെ നിയമത്തെക്കുറിച്ചാണ്. നിയമം ഇപ്രകാരം പറയുന്നു: നീ കൊല്ലരുത്. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ഏറ്റവും ആദ്യം നടന്ന കൊലപാതകം ഒരു സഹോദരനെ കൊന്നതാണ്. ആദത്തിന് 2 മക്കൾ ഉണ്ടായിരുന്നു. ഒന്നാമൻ കായേനും രണ്ടാമൻ ആബേലും. ഒരു ദിവസം രണ്ടുപേരും ദൈവത്തിന് മുമ്പിൽ ബലിയർപ്പിച്ചു. കായേനാകട്ടെ തൻ്റെ വയലിൽ നിന്ന് ഏറ്റവും മോശമായതെടുത്ത് ദൈവത്തിന് ബലിപീഠത്തിൽ കൊണ്ടുവന്ന് വെച്ചു. ആബേലാകട്ടെ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഏറ്റവും കൊഴുത്തതിനെ കൊണ്ടുവന്ന് കൊന്ന് ദൈവത്തിന് ബലിയർപ്പിച്ചു. നല്ലത് കൊടുത്തവൻ്റെ ബലി ദൈവം സ്വീകരിച്ചു. മോശം കൊടുത്തവൻ്റെ ബലിപീഠത്തിലേക്ക് ദൈവം തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ കായേൻ വല്ലാണ്ട് അസ്വസ്ഥനാവുകയും സഹോദരനോട് ദേഷ്യം പൂണ്ടവനായി മാറുകയും ചെയ്തു. ദൈവം കായേനോട് ചോദിച്ചു, എന്തിനാണ് നീ വിഷമിച്ചിരിക്കുന്നത്? നല്ലത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നീയും സ്വീകരിക്കപ്പെടുമായിരുന്നില്ലേ? എന്നിട്ട് ദൈവം കായേന് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. കായേൻ, പാപം നിന്റെ പടിവാതിക്കൽ പതിയിരിക്കുന്നുണ്ട്. അത് നിന്റെ മേൽ ഉന്നം വച്ചിരിക്കുന്നു. നീ നന്നായി സൂക്ഷിക്കണം. കായേൻ, പാപം നിന്റെ മേൽ ഉന്നം വെച്ചിട്ടുണ്ട്. അത് നിന്റെ പടിവാതിക്കൽ കാത്തിരിക്കുന്നു. നീ നന്നായി ശ്രദ്ധിക്കണം. കായേൻ അത് ഉൾക്കൊണ്ടില്ല. ഒരു ദിവസം സ്വന്തം സഹോദരനോട് അസൂയ പൂണ്ട് കായേൻ അവനെ വയലോരത്ത് വെച്ച് തലയിൽ കല്ലുകൊണ്ടടിച്ച് അവനെ കൊല്ലുകയും ചെയ്തു. എന്നിട്ട് രക്ഷപ്പെട്ടു പോകുമ്പോൾ ദൈവമായ കർത്താവ് വഴി തടഞ്ഞു. കായേനോട് ചോദിച്ചു, എവിടെ നിന്റെ സഹോദരൻ? ലോകത്ത് കേട്ട 2-ാമത്തെ ചോദ്യമായിരുന്നു അത്. കായേൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? ദൈവം പറഞ്ഞു, നിന്റെ സഹോദരന്റെ ചോര ദൈവസന്നിധിയിൽ നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നു. അതുകൊണ്ട് നീ ചവിട്ടി നിൽക്കുന്ന മണ്ണ് നിനക്ക് ഫലം തരത്തില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായി നടക്കും. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ അവന്റെ ജീവിതം കൊണ്ട് കൊലപാതകം ചെയ്താൽ അവന്റെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്ന ഏറ്റവും നാശകരമായ ശാപം ഇതാണ്: ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഫലം നൽകില്ല. ഭൂമിയിൽ നീ അലഞ്ഞു തിരിയുന്നവനായി നടക്കും. ഇന്ന് ഈ ലോകത്ത് 2 തരത്തിലുള്ള കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് മനുഷ്യനും തമ്മിൽ പകയോടുകൂടെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുക. ആയുധങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ ഈ ലോകത്ത് കൊല്ലപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തൊരു മനുഷ്യൻ ഏറ്റവും അധികം കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഈ ലോകത്തൊരു മനുഷ്യൻ ഏറ്റവും അധികം കൊല ചെയ്യപ്പെടുന്നത് അവൻ ആയുധം കൊണ്ടല്ല. ദൈവമായ കർത്താവ് മനുഷ്യന്റെ അധരങ്ങളിൽ വെച്ചു കൊടുത്തിരിക്കുന്ന നാവെന്ന് പറയുന്ന ആയുധം കൊണ്ടാണ്. ഈ ആയുധമാണ്, പ്രിയപ്പെട്ടവരെ, ലോകത്തനേകം മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉദാഹരണം പറയാം. എനിക്ക് പരിചയമുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. വളരെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി. പാവപ്പെട്ടതെന്ന് പറഞ്ഞാൽ സൂര്യൻ വെളിച്ചമുള്ള പകലുകളിൽ അവളുടെ കൂരയ്ക്കകത്ത് കയറി നിന്നാൽ ദ്രവിച്ചു തുടങ്ങിയ ഓലക്കീറുകൾക്കിടയിലൂടെ സൂര്യവെളിച്ചം മെഴുകിയ തറയിൽ വന്ന് ചിത്രങ്ങൾ എഴുതും. ചന്ദ്രരാത്രികളിൽ അവളുടെ വീട്ടിൽ നിന്ന് മുകളിലോട്ട് നോക്കിയ ചന്ദ്രരശ്മികളെ കാണാൻ പറ്റും. അത്രയും ദരിദ്രയായൊരു പെൺകുട്ടി. പക്ഷെ പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. പഠിച്ചു, MA B.Ed കാരിയായി. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ അടിവയറ്റിൽ ഒരു മുഴ വളർന്നു വരുന്നത്, ഗർഭപാത്രത്തിൽ. ആരോടും പറഞ്ഞില്ല, വീട്ടുകാരോടും പറഞ്ഞില്ല. അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് അവൾ കാര്യം പറഞ്ഞു. ഇത്തിരി പണവും മേടിച്ചു. കോഴിക്കോട് അവളൊരു ഇന്റർവ്യൂവിന് പോയപ്പോഴാണ് അവൾക്ക് ബ്ലീഡിങ് ശക്തമാകുന്നത്. ഡോക്ടർ പറഞ്ഞു ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യണം. അവള് ഈ സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞു, അവൻ്റെ സഹോദരിയോട് വിളിച്ചു പറഞ്ഞു. അവർ പരിചരണത്തിന് വേണ്ടി പോയി. വൃദ്ധരായ മാതാപിതാക്കളെ അറിയിക്കാൻ അവൾ മെനക്കെട്ടില്ല. സഹോദരനോടും പറഞ്ഞു. പക്ഷേ 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നാട്ടിലെ നാവുകൾ കൊണ്ട് ആയുധം വീശുന്ന കുറെ സ്ത്രീകൾ ഒരുമിച്ച് കൂടി. അവർ ചോദിച്ചു, ഇന്നയാളുടെ മോളെ ഇവിടെ കാണുന്നില്ലല്ലോ. ഓ,
അവൾ കോഴിക്കോട് പോയിരിക്കുക. കോഴിക്കോട് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. ഒന്നും പറയണ്ട, ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക. പറഞ്ഞ് ഗർഭം അലസിപ്പിക്കുവാൻ വേണ്ടി കോഴിക്കോട് പോയെന്നും അവിടെ വെച്ച് എന്തോ ആപത്തുണ്ടായെന്നും പറഞ്ഞ് ആ സ്ത്രീയെ അവർ സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ടവളായി ചിത്രീകരിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായ ആ പെൺകുട്ടി വീട്ടിൽ വന്നു കയറുമ്പോൾ അതുവരെ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സഹോദരങ്ങൾ പരിഹാസത്തോടെ നോക്കി ചിരിക്കാൻ തുടങ്ങി. മനുഷ്യർ പലരും നേർക്ക് വന്നിട്ട് മുഖം തിരിച്ച് നടന്നുപോയി, കാര്യമറിയില്ല. വീട്ടിൽ ചെന്ന് കയറുമ്പോഴാണ് അവളുടെ അമ്മ അവളോട് പറഞ്ഞത്, മോളെ, നിന്നെക്കുറിച്ച് ഇതുപോലെയാണ് ഈ നാട്ടിൽ പറഞ്ഞത്. അന്ന് അടഞ്ഞു പോയതാണ് അവളുടെ മനസ്സ്. അത്രയും കഷ്ടപ്പെട്ടൊരു കുടുംബത്തിന്റെ അത്താണിയായി തീരുവാൻ വേണ്ടി പഠിച്ചൊരു പെൺകുട്ടിയെ നാക്കുകൊണ്ട് കൊന്നുകളഞ്ഞില്ലേ മനുഷ്യര്? പ്രിയപ്പെട്ടവരെ, ആയുധം കൊണ്ട് നിനക്ക് മുറിവേറ്റാൽ വേദനയുണ്ടാവും. ചോരയൊലിച്ചൊരുപക്ഷെ നീ മരിച്ചു വീണെന്ന് വരും. പക്ഷെ മനുഷ്യന്റെ നാക്കുകൾ കൊണ്ട് ഉണ്ടാകുന്ന മുറിവ് അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. ഒരു മനുഷ്യനെ ഏറ്റവും വലിയ ആഴപ്പെട്ട വേദനകളിലേക്ക് അത് തള്ളിയിട്ടു എന്ന് വരാം. അതുകൊണ്ട് നിന്റെ വാക്കുകൾ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, തിരുവചനം ഇപ്രകാരം പറയുന്നില്ലേ, ദൈവം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചുവെന്ന്. അപ്പോൾ ഈ ലോകത്ത് വചനമെന്ന് പറയുന്നത് ദൈവമാണ്, വാക്ക് ദൈവമാണ്. നീ ഉപയോഗിക്കുന്ന വാക്കിന് ദൈവത്തിന്റെ മഹത്വമുണ്ട്. അതുകൊണ്ട് നിന്റെ വാക്കുകൾ കൊണ്ട് ഒരാളുടെയും കണ്ണുനീര് ഈ മണ്ണിൽ വീഴാൻ നീ അനുവദിക്കരുത്. നിന്റെ വാക്കുകൾ കൊണ്ട് ഒരാളെ സൃഷ്ടിക്കുവാൻ, നന്മയിൽ വളർത്തിയെടുത്തുകൊണ്ട് വരുവാൻ, ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നിനക്ക് കഴിഞ്ഞാൽ അതിനോളം വലിയ പുണ്യം ഈ ലോകത്തില്ല. വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കുന്നവരായി മാറൂ. ദൈവത്തിന്റെ സൃഷ്ടിയിൽ നീ പങ്കാളിയായി മാറൂ. ഒരു മനുഷ്യന്റെയും കണ്ണുനീര് നിന്റെ വാക്കുകൾ കൊണ്ട് ഈ ഭൂമിയിൽ വീഴാൻ പാടില്ല. ഒന്ന് കണ്ണടയ്ക്കാം. ഈശോയെ, അവിടുത്തെ മഹത്വത്തിന്റെ സിംഹാസനത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അങ്ങന്റെ നാവിൻ തുമ്പിൽ വചനമായ ദൈവമായി മാറണമേ. എൻ്റെ വാക്ക് ദൈവമായി മാറണമേ. ഒരാളെയും വാക്കുകൾ കൊണ്ട് കൊല്ലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.